ഹായ്, ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം. ഇന്ന് ഞാൻ യൂറിക് ആസിഡിനെ പറ്റിയാണ് പറയുന്നത്. പലപ്പോഴും എന്തെങ്കിലും ജോയിനിനൊക്കെ വേദന വരുമ്പോഴോ അല്ലെങ്കിൽ കാലിൻ്റെ വിരലിനൊക്കെ വേദന വരുമ്പോൾ പലരും പറയും ഒന്ന് യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് യൂറിക് ആസിഡ്? പ്യൂരിൻ എന്ന് പറഞ്ഞിട്ടുള്ള രാസപദാർത്ഥം ഭക്ഷണം വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ പ്യൂരിന് മെറ്റബോളിസം സംഭവിച്ചു അല്ലെങ്കിൽ അത് വിഘടിച്ചിട്ട് യൂറിക് ആസിഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ യൂറിക് ആസിഡ് ബ്ലഡിലൂടെ കിഡ്നിയിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ യൂറിക് ആസിഡ് യൂറിൻ വഴി പുറം തള്ളുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് യൂറിക് ആസിഡ് ബ്ലഡിൽ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പുരുഷന്മാരിൽ യൂറിക് ആസിഡ് ഒരു 7 വരെയൊക്കെ മാക്സിമം പോകാം. സ്ത്രീകളിൽ 6 വരെയൊക്കെയാണ് നോർമലായിട്ട് പറയുന്നത്. ചില കേസസിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്യൂരിൻ മെറ്റബോളിസത്തിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നില്ല, ഈ ഒരു അവസ്ഥയിലാണ് ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത്. ഇത് പ്രധാനമായിട്ട് പുരുഷന്മാരിലാണ് യൂറിക് ആസിഡിൻ്റെ അളവ് എപ്പോഴും ഹൈ ആയിട്ട് കാണിക്കാറുള്ളത്. അല്ലെങ്കിൽ മദ്യപാനം, അതിപ്പോൾ ബിയർ ആണെങ്കിൽ പോലും ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളുകളിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാറുണ്ട്. അമിതവണ്ണമുള്ള ആളുകളിൽ, ഒരുപാട് കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിൽ, ഡയബറ്റീസ് ഉള്ള ആളുകളിലൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് ഇതിനോടൊപ്പം തന്നെ കൂടി വരുന്നതും കാണാറുണ്ട്. ചില ആളുകളിൽ ജനിതക ഘടകം കാരണം അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ കാരണം യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളുകളിലും ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. വെള്ളം കൂടി കുറവുള്ള ആളുകളിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. പല ആളുകളിലും ഇത് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാറില്ല. പക്ഷെ ചില ആളുകളിൽ ഈ യൂറിക് ആസിഡ്, അതായത് ഈ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി ആ ഒരു ക്രിസ്റ്റൽസ് ഒക്കെ ജോയിന്റിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ വീക്കം, വേദന ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഇത് പ്രത്യേകിച്ച് കാലിൻ്റെ ഫസ്റ്റത്തെ വിരലിനാണ് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. അവിടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒക്കെ ഡെപ്പോസിഷൻ സംഭവിച്ച് അവിടെ നല്ല രീതിയിൽ നീർക്കെട്ടും വീക്കവും ഒക്കെ സംഭവിച്ച് ഒരു ചുവന്ന രീതിയിൽ തൊടുന്ന സമയത്തൊക്കെ ഭയങ്കര വേദന ആയിരിക്കും, അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ഈവൻ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ തട്ടുമ്പോൾ വരെ അവർക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. വേദന വീക്കമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ തൊടുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഗൗട്ട്. അപ്പോൾ ഈ ഒരു വേദന വന്നും പോയിക്കൊണ്ടേയിരിക്കും, റെക്കറൻ്റ് ആയിരിക്കും. അത് കാലിൻ്റെ വിരലിൽ മാത്രമല്ല, ചിലപ്പം കൈവിരലുകളിൽ ഉണ്ടാകാറുണ്ട്, ഈ ഒരു ജോയിൻറ്റിൽ ഉണ്ടാവാറുണ്ട്, എൽബോ ജോയിൻറ്റിൽ ഉണ്ടാവാറുണ്ട്, കാൽപാദത്തിലുള്ള ജോയിൻറ്റ്, ആങ്കിൾ ജോയിൻറ്റിലൊക്കെ ഇങ്ങനെ ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുതലുള്ള ആളുകൾ തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്തിരിക്കണം. കാരണം അത് ജോയിൻറ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഒരു പക്ഷേ ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. യൂറിക് ആസിഡ് അളവ് കൂടുതലുള്ള ആളുകൾ അത് അവരുടെ ഭക്ഷണ ക്രമീകരണം കൊണ്ടും മെഡിസിൻ എടുത്തുകൊണ്ടും നല്ല രീതിയിൽ വ്യായാമം ചെയ്തുകൊണ്ടും നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടും ഇങ്ങനെയൊക്കെ പല രീതിയിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ മാക്സിമം ശ്രദ്ധിക്കുക. യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏതൊക്കെയാണെന്ന് നോക്കാം. മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനം സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. മത്സ്യങ്ങൾ കഴിക്കേണ്ട അളവ് നല്ല രീതിയിൽ കുറയ്ക്കണം. പ്രത്യേകിച്ച് ഷെൽഫിഷൊക്കെ മാക്സിമം ഒഴിവാക്കണം. മീറ്റ്, അതായത് ബീഫ്, പോർക്ക്, മട്ടൺ, ഈ ഭക്ഷണം നല്ല രീതിയിൽ നിയന്ത്രിച്ച് തന്നെ കൊണ്ടുവരണം. നല്ല ഹൈ ആണെങ്കിൽ ഈ മീറ്റ് ഐറ്റംസ്, ഇറച്ചി ഐറ്റംസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പാക്ഡ് ആയിട്ടുള്ള സ്വീറ്റ്സ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. അത് സ്റ്റോപ്പ് ചെയ്യുന്നതാവും നല്ലത്. കാരണം ഒരു പക്ഷെ അതിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ടാവും. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്, പഞ്ചസാരയ്ക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. ഇതും യൂറിക് ആസിഡിൻ്റെ അളവ് ബ്ലഡിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് മാക്സിമം കുറയ്ക്കുന്നതാവും നല്ലത്. ഐസ്ക്രീം, ചോക്ലേറ്റ് പോലെയുള്ള ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് ഈ ബ്രെഡിൽ, ബണ്ണിലൊക്കെ ഇങ്ങനെ ബേക്ക്ഡ് ആയിട്ട് വരുന്ന ഫുഡിലൊക്കെ ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് കഴിക്കുന്ന ആളുകൾ, ഈ ബീഫിൻ്റെ, ചിക്കനൊക്കെ ലിവർ കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിയന്ത്രിച്ച് കൊണ്ടുവരണം. പിന്നെ പരിപ്പ്, കടല പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം റിഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കണം.
ഈ ഒരു കണ്ടീഷനിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്ന കണ്ടീഷനിൽ അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ, കക്കിരി ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഇലക്കറികൾ, അതായത് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം മാക്സിമം കഴിക്കുക. ഈ ഫൈബേഴ്സ് യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇലക്കറികളൊക്കെ ഈ ചീര, മുരിങ്ങയില പോലുള്ള ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക. തവിട് കളയാത്ത അരി അത് കഴിക്കുക. ഫ്രൂട്ട്സിലാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. ഓറഞ്ച്, പപ്പായ, പൈനാപ്പിൾ, പേരക്ക, ഗ്രേപ്സ്, നെല്ലിക്ക ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. വൈറ്റമിൻ സി യൂറിക് ആസിഡിനെ സോല്യൂബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റാൻ നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ബനാന, ഓട്സ്, ചെറീസ്, തൈര്, പാൽ ഇതൊക്കെ കഴിക്കുന്നത് ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നല്ലതാണ്. ഈ വക ഡയറ്റ് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്തിട്ട് അവരുടെ വെയിറ്റ് കുറയ്ക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലുള്ള വ്യായാമം, നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും യൂറിക് ആസിഡ് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം വെള്ളം കൂടി നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ആപ്പിൾ സൈഡർ വിനെഗർ അത് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങയുടെ നീര് മിക്സ് ആക്കിയിട്ട് കുടിക്കാം. അല്ലെങ്കിൽ പപ്പായ, പച്ച പപ്പായ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ ടീയും അതുപോലെ തന്നെ യൂറിക് ആസിഡ് അളവ് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. യൂറിക് ആസിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക്